നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ രോഗനിർണയത്തിനുള്ള NHS കാത്തിരിപ്പ് പട്ടികയിൽ റെക്കോർഡ് വർധനവ്. ഇംഗ്ലണ്ടിൽ CT, MRI സ്കാനുകൾ ഉൾപ്പെടെയുള്ള NHS രോഗനിർണയ പരിശോധനകൾക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണം 19.2 ലക്ഷമായി ഉയർന്ന് റെക്കോർഡിട്ടു. രോഗനിർണയത്തിലെ ഈ കടുത്ത താമസം രോഗികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. കാത്തിരിപ്പ് പട്ടികയിലുള്ളവരിൽ 5-ൽ ഒരാൾക്ക് നിശ്ചിത പരമാവധി കാലാവധിയായ 6 ആഴ്ച കഴിഞ്ഞിട്ടും പരിശോധനകൾ നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മേജൻസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ആസൂത്രിത ആശുപത്രി പരിചരണത്തിനായുള്ള ബാക്ക്ലോഗ് കുറയ്ക്കുന്നതിൽ NHS വിജയം കാണിക്കുന്നുണ്ടെങ്കിലും ഡയഗ്നോസ്റ്റിക് കാത്തിരിപ്പ് പട്ടിക 2022 മുതൽ 5 ലക്ഷമായി വർദ്ധിച്ചു. കോവിഡ് മഹാമാരിക്ക് മുൻപുള്ളതിനേക്കാൾ 83% ഉയർന്ന നിരക്കാണിത്. പ്രായമാകുന്ന ജനസംഖ്യയും വിട്ടുമാറാത്ത രോഗങ്ങളുമാണ് ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണം. പരിശോധന വൈകുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ഹൃദ്രോഗ ചികിത്സയ്ക്കും വലിയ തടസ്സമാകുന്നു. നിലവിലെ സാഹചര്യത്തിൽ 2027 മാർച്ചോടെ ഈ കാത്തിരിപ്പ് പട്ടിക 20 ലക്ഷം കടക്കുമെന്നാണ് വിലയിരുത്തൽ. NHS ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പരിശോധനകൾ കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ വഴി നൽകിയിട്ടും ഈ പ്രതിസന്ധി തുടരുകയാണ്. യുവാക്കൾക്കായി 1000 ട്രെയിനിംഗ് അവസരങ്ങളുമായി മാർക്ക് ആൻഡ് സ്പെൻസർ. UK-യിലും അയർലൻഡിലുമായി വർദ്ധിച്ചുവരുന്ന യുവജന തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ മാർക്സ് ആൻഡ് സ്പെൻസർ പുതിയ തൊഴിൽ പരിശീലന പദ്ധതി പ്രഖ്യാപിച്ചു. അടുത്ത 18 മാസത്തിനുള്ളിൽ 16-നും 24-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കായി 1000 പെയ്ഡ് ട്രെയിനിംഗ് അവസരങ്ങളാണ് കമ്പനി ഒരുക്കുന്നത്. ജോലിയിലോ വിദ്യാഭ്യാസത്തിലോ പരിശീലനത്തിലോ ഏർപ്പെടാത്ത യുവാക്കളുടെ എണ്ണം 10 ലക്ഷം കടന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 6 മാസത്തെ ശമ്പളത്തോടു കൂടിയ പരിശീലനം നൽകും. തുടർന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് സ്റ്റോർ മാനേജർ പദവിയിലേക്ക് ഉയരാനുള്ള തുടർ നടപടികളും കരിയർ വളർച്ചയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിന് ഡിഗ്രി യോഗ്യത നിർബന്ധമില്ല. യുവാക്കൾ റീറ്റെയിൽ മേഖലയെ വെറുമൊരു താൽക്കാലിക ജോലിയായല്ല, മികച്ച കരിയർ സാധ്യതയായി കാണണമെന്ന് M&S റീറ്റെയിൽ ഡയറക്ടർ ടീൻസ് കീവ് വ്യക്തമാക്കി. ഇതോടൊപ്പം എൻട്രി ലെവൽ ജോലികളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ ബാധിക്കുന്നുവെന്ന് പഠിക്കാൻ സർക്കാരും വ്യവസായ ഗ്രൂപ്പുകളും ചേർന്ന് പുതിയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പിന്നോക്ക സ്കൂളുകളിലെ 4 ലക്ഷം വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക പരിശീലനവും സർക്കാർ നൽകും. UK-യിൽ മുൻപ് പോലീസുകാരൻ്റെ ജീവൻ രക്ഷിച്ച ലോട്ടറി ജേതാവ് വാഹനാപകടത്തിൽ മരിച്ചു. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് ഹൃദയാഘാതം വന്ന പോലീസുകാരന് CPR നൽകി ജീവൻ രക്ഷിച്ചതിലൂടെ ശ്രദ്ധേയനായ യൂറോ മില്യൺസ് ലോട്ടറി ജേതാവ് ആന്റണി കാൻഡ്രി വാഹനാപകടത്തിൽ മരിച്ചു. ഇംഗ്ലണ്ടിലെ എസെക്സ് കൗണ്ടിയിലെ ട്രിപ്റ്റിയിൽ മെയ് 21-ന് രാവിലെയായിരുന്നു അപകടം. സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന കാൻഡ്രിയെ ഒരു കാർ തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാർ ഓടിച്ചിരുന്ന 18 വയസ്സുകാരനെ പിന്നീട് എസെക്സ് പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടകരമായ ഡ്രൈവിംഗ്, ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലായിരുന്ന കാൻഡി 4 ദിവസത്തിന് ശേഷം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 2020-ൽ പോലീസുകാരൻ്റെ ജീവൻ രക്ഷിച്ച് വാർത്തകളിൽ നിറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കാൻഡിക്ക് ലോട്ടറിയിലൂടെ 10 ലക്ഷം പൗണ്ട് സമ്മാനമായി ലഭിച്ചത്. വലിയ തുക സമ്മാനം ലഭിച്ചിട്ടും ജലവിതരണ മേഖലയിലെ തൻ്റെ ജോലി ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പങ്കാളി കാറ്റി സല്ലിവലിനൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനിടെയാണ് കാൻഡിയെ മരണം കവർന്നത്. അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. UK PR നിയമങ്ങളിൽ കടുത്ത നിയന്ത്രണം. B2 ഇംഗ്ലീഷ് പരീക്ഷയും ക്രിമിനൽ റെക്കോർഡും കുടിയേറ്റക്കാർക്ക് കുരുക്കാവും. UK-യിലെ സ്ഥിരതാമസത്തിനുള്ള നിയമങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളെ കടുത്ത ആശങ്കയിലാക്കുന്നു. പുതിയ നിർദ്ദേശപ്രകാരം കേരളന്മാർക്ക് PR ലഭിക്കാൻ 15 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമ്പോൾ ഉയർന്ന ശമ്പളമുള്ളവർക്ക് 3 മുതൽ 5 വർഷത്തിനുള്ളിൽ അപേക്ഷിക്കാം. എന്നാൽ ഈ കാത്തിരിപ്പ് കാലയളവിനേക്കാൾ വലിയ കടമ്പയായി മാറുന്നത് പുതുതായി ഏർപ്പെടുന്ന കടുത്ത യോഗ്യതാ മാനദണ്ഡങ്ങളാണ്. നിലവിലെ B1 ലെവലിന് പകരം B2 ലെവൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നിർബന്ധമാക്കുന്നതാണ് ഇതിൽ പ്രധാനം. ഇതോടൊപ്പം 15 മിനിറ്റ് നീളുന്ന നേരിട്ടുള്ള അഭിമുഖ പരീക്ഷയും പാസ്സാകേണ്ടതുണ്ട്. നിശ്ചിത വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയാത്തവർക്ക് PR അപേക്ഷ നിരസിക്കപ്പെടും. ഇത് വിസ വീണ്ടും പുതുക്കാനുള്ള സാമ്പത്തിക ബാധ്യതയും മാനസിക പിരിമുറുക്കവും വർദ്ധിപ്പിക്കും. ഡ്രൈവിംഗ് നിയമലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ കുറ്റകൃത്യങ്ങളിൽ കോടതികൾ ശിക്ഷിച്ചവർക്കും PR അർഹത നഷ്ടമാകും. അപേക്ഷിക്കുന്നതിന് മുൻപുള്ള വർഷങ്ങളിൽ വാർഷിക വരുമാനം കുറഞ്ഞത് 12,570 പൗണ്ട് ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയും ആശ്രിത വിസയിലുള്ളവർ സ്വന്തം നിലയിൽ യോഗ്യത നേടണമെന്ന വ്യവസ്ഥയും സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. രാഷ്ട്രീയ അസ്ഥിരത കാരണം താൽക്കാലികമായി മാറ്റിവെച്ച ഈ കടുത്ത നിയമങ്ങൾ 2027 പൂർണ്ണമായി നടപ്പിലാക്കാനാണ് UK സർക്കാർ ഒരുങ്ങുന്നത്.
NHSൽ സുരക്ഷാ വീഴ്ച. രോഗികളുടെ ശരീരത്തിൽ സർജിക്കൽ ഗ്ലൗസും അവയവങ്ങൾ അബദ്ധത്തിൽ നീക്കം ചെയ്തതായും റിപ്പോർട്ട്. ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസിന് കീഴിൽ കഴിഞ്ഞ വർഷം ഗുരുതരമായ 403 മെഡിക്കൽ പിഴവുകൾ സംഭവിച്ചതായി റിപ്പോർട്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഇത്തരത്തിലുള്ള നെവർ ഇവന്റുകൾ കാരണം നൂറുകണക്കിന് രോഗികൾക്കാണ് ദോഷം സംഭവിച്ചത്. പ്രസ് അസോസിയേഷൻ നടത്തിയ വിശകലനത്തിൽ 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിലാണ് ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് 2 രോഗികളുടെ ശരീരത്തിനുള്ളിൽ സർജിക്കൽ ഗ്ലൗസുകൾ മറന്നുവെച്ചതും ഒരു രോഗിയുടെ ശരീരഭാഗം അല്ലെങ്കിൽ അവയവം അബദ്ധത്തിൽ നീക്കം ചെയ്തതുമാണ്. കൂടാതെ മറ്റൊരു രോഗിക്ക് നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയ മാറി ചെയ്ത 17 സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 166 കേസുകൾ തെറ്റായ ശരീരഭാഗങ്ങളിൽ ശസ്ത്രക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ടതാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗികളുടെ ശരീരത്തിൽ ബാഹ്യവസ്തുക്കൾ മറന്നുവെച്ച 121 കേസുകളുണ്ട്. ഇതിൽ ഗൈഡ് വയറുകൾ, കോട്ടൺ ബോൾ, സർജിക്കൽ നീഡിലുകൾ, സ്വാബുകൾ എന്നിവ ഉൾപ്പെടുന്നു. തെറ്റായ ഭാഗങ്ങളിൽ കുത്തിവയ്പ്പെടുത്ത 30 കേസുകളും തെറ്റായ അളവിൽ ഇൻസുലിൻ നൽകിയ 14 കേസുകളും റിപ്പോർട്ടിലുണ്ട്. ഇത്തരം സംഭവങ്ങൾ വളരെ അപൂർവമാണെന്നും വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തണമെന്നും NHS വക്താവ് അറിയിച്ചു. ചെറുകിട വ്യവസായങ്ങളിൽ AI സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കാൻ £12 മില്യൺ നിക്ഷേപിക്കുന്നു. ലണ്ടനിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് AI പ്രയോജനപ്പെടുത്തുന്നതിനായി ലണ്ടൻ മേയർ സാധിക്കാൻ £12 മില്യൺ വൻ നിക്ഷേപം പ്രഖ്യാപിച്ചു. അടുത്ത 3 വർഷത്തേക്ക് പ്രതിവർഷം £4 മില്യൺ വീതമാണ് ഈ പദ്ധതിക്കായി വിനിയോഗിക്കുക. ചെറുകിട ബിസിനസ്സുകളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ജീവനക്കാരുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ പ്രായോഗിക പിന്തുണ ഈ പരിപാടിയിലൂടെ ലഭ്യമാക്കും. സിറ്റി ഹാളിൻ്റെ കണക്കുകൾ പ്രകാരം ലണ്ടനിലെ 1/6 ചെറുകിട ബിസിനസ്സുകൾ മാത്രമാണ് നിലവിൽ AI ടൂളുകൾ ഉപയോഗിക്കുന്നത്. സാങ്കേതികവിദ്യ അതിവേഗം വളരുമ്പോഴും ചെറുകിട മേഖലയിലെ ഇതിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിലൂടെ ആയിരക്കണക്കിന് ബിസിനസ്സുകൾക്ക് വളർച്ച കൈവരിക്കാനും മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുമെന്ന് സാദിഖ് വ്യക്തമാക്കി. AI ഉപയോഗിക്കുന്നതിനുള്ള വ്യക്തമായ ധാരണയില്ലായ്മയും ധാർമ്മികമായ ആശങ്കകളും ഉയർന്ന ചെലവുകളുമാണ് ബിസിനസ് ഉടമകളെ ഇതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത്. സർക്കാർ കണക്കുകൾ പ്രകാരം 80% ബിസിനസ്സുകൾക്കും നിലവിൽ AI ഉപയോഗിക്കാൻ പദ്ധതിയില്ല. AI എന്നത് ഒരു തന്ത്രമല്ല, മറിച്ച് ബിസിനസ് പ്രക്രിയകൾ കാര്യക്ഷമമാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ ഈ പദ്ധതിയിലൂടെയുള്ള വിദ്യാഭ്യാസം സഹായിക്കുമെന്ന് സാങ്കേതിക വിദഗ്ധർ വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ലംഘിച്ച് ശമ്പളം വർദ്ധിപ്പിച്ച് ല്യൂഷേം ഗ്രീൻ പാർട്ടി മേയർ ലിയാം ശ്രീവാസ്തവ. ലണ്ടൻ ബറോയായ ല്യൂഷേമിലെ പുതിയ ഗ്രീൻ പാർട്ടി മേയർ ലിയാം ശ്രീവാസ്തവ തൻ്റെ ശമ്പളം 20% വെട്ടിക്കുറയ്ക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ലംഘിച്ച് ശമ്പളത്തിൽ £5000 വർധനവ് വരുത്തിയത് വിവാദമാകുന്നു. മുൻ ലേബർ പാർട്ടി മേയർ വാങ്ങിയിരുന്ന £88,743 നിന്ന് 5.4% വർധനവോടെ £93,575 ലിയാം ശ്രീവാസ്തവയുടെ പുതിയ വാർഷിക ശമ്പളം. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ താൻ അധികാരത്തിൽ വന്നാൽ 20% ശമ്പളം കുറയ്ക്കുമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. കൗൺസിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഇതെന്നായിരുന്നു വാദം. എന്നാൽ പുതിയ ശമ്പള ഘടന മെയ് മാസത്തിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ ചർച്ച കൂടാതെ പാസാക്കുകയായിരുന്നു. തൻ്റെ ശമ്പളത്തിൻ്റെ 1/5 തുക പ്രദേശത്തെ ഭക്ഷണനീതി ചാരിറ്റികൾക്കായി വിട്ടു നൽകുമെന്നും അതിനായി കൗൺസിൽ പേറോളുകളിൽ നിന്ന് നേരിട്ട് തുക ഈടാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മേയർ ന്യായീകരിച്ചു. സ്വതന്ത്ര റെമ്യൂണറേഷൻ പാനലിൻ്റെ ശുപാർശ പ്രകാരമാണ് അലവൻസ് വർദ്ധിപ്പിച്ചതെന്നും ഇത് നികുതിദായകർക്ക് അധിക ബാധ്യത ഉണ്ടാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഗ്രീൻ പാർട്ടിയുടേത് പൊള്ളയായ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണെന്ന് ലിബറൽ ഡെമോക്രാറ്റ് വക്താവ് വിമർശിച്ചു. വംശീയ പരാമർശം. UK ഉപതെരഞ്ഞെടുപ്പിലെ ഗ്രീൻ പാർട്ടി സ്ഥാനാർത്ഥി എസ്തർ ലീ മാപ്പ് പറഞ്ഞു. ലണ്ടനിലെ ക്രോഫ്റ്റൺ പാർക്ക് വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പാർട്ടി സ്ഥാനാർത്ഥി എസ്തർ ലീ മുൻപ് ഇന്ത്യൻ പുരുഷന്മാർക്കെതിരെ നടത്തിയ വംശീയ പരാമർശത്തിൽ പരസ്യമായി മാപ്പ് പറഞ്ഞു. 13 വർഷം മുൻപ്, അതായത് 2013 സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് നീക്കം ചെയ്യുകയും ചെയ്ത ട്വീറ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇന്ത്യൻ പുരുഷന്മാർക്ക് ലൈംഗിക അതിക്രമ ചിന്താഗതിയുള്ള പുഞ്ചിരിയാണെന്ന രീതിയിലായിരുന്നു ഇവരുടെ പരാമർശം. താൻ ചെറുപ്പത്തിൽ ബാക്ക് പാക്കിംഗ് യാത്ര നടത്തുന്നതിനിടയിലുണ്ടായ ഒരു മോശം അനുഭവത്തോടുള്ള പ്രതികരണമായിരുന്നു അതെന്നും പൊതുജനങ്ങൾ കാണാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ലെന്നും എസ്തർ ലീ വിശദീകരിച്ചു. തൻ്റെ പഴയ പോസ്റ്റ് തികച്ചും അനുചിതമായി പോയെന്നും അവർ സമ്മതിച്ചു. അതേസമയം വംശീയ മനോഭാവമുള്ള സ്ഥാനാർത്ഥികളെയാണ് ഗ്രീൻ പാർട്ടി വീണ്ടും തിരഞ്ഞെടുക്കുന്നതെന്ന് ലേബർ പാർട്ടി ചെയർമാൻ അന്ന ടേർലി കുറ്റപ്പെടുത്തി. പാർട്ടിക്ക് കൃത്യമായ സ്ക്രീനിംഗ് സംവിധാനം ഇല്ലെന്നതിൻ്റെ തെളിവാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു. ലണ്ടനിൽ അടുത്ത മാസം 9 തദ്ദേശീയ ഉപതെരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത്.
അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ഗ്രീൻ പാർട്ടി കൗൺസിലർമാർ വിവിധ കാരണങ്ങളാൽ രാജിവെച്ചതിനെ തുടർന്നാണ് ഭീമമായ തുക ചെലവഴിച്ചുള്ള ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവന്നത്. UK മലയാളികൾക്കായി കേൾക്കാം ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ ആരംഭിച്ചു. UK മലയാളി സമൂഹത്തിന്റെ മാനസികാരോഗ്യ സംരക്ഷണത്തിനായി വിഭാവനം ചെയ്ത കേൾക്കാം ആത്മഹത്യ പ്രതിരോധ ക്യാമ്പയിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഔദ്യോഗികമായി തുടക്കമായി. വെസ്റ്റ്മിൻസ്റ്ററിലെ ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന ചടങ്ങിലാണ് UKയിലെ 5 ലക്ഷത്തോളം വരുന്ന മലയാളി പ്രവാസികളെ ലക്ഷ്യമിട്ടുള്ള ഈ ഹെൽപ്പ് ലൈൻ സംവിധാനം പ്രഖ്യാപിച്ചത്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, തൊഴിൽ സമ്മർദ്ദം എന്നിവ കാരണം ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്ക് ഈ ക്യാമ്പയിൻ വലിയൊരു സഹായഹസ്തമായിരിക്കും. ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെലക്ട് കമ്മിറ്റി അംഗം ഡാനി ബീൽസ് MP-യാണ് ചടങ്ങിന് ആതിഥേയത്വം വഹിച്ചത്. UK മലയാളിയും മുൻ NHS മാനസികാരോഗ്യ നഴ്സുമായ ആഷ്ഫോർഡ് MP സോജൻ ജോസഫ്, സൗത്ത് പാർക്ക് പ്രതിനിധി സുനിൽ ചോപ്ര എന്നിവർ പങ്കെടുത്ത് പിന്തുണ അറിയിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിഡ് ചിറമേൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മലയാളി സമൂഹത്തിൽ മാനസികാരോഗ്യ ബോധവൽക്കരണം ശക്തമാക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. കേൾക്കാം സ്ഥാപികയും ചാർട്ടേഡ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ജോസ്ന തൊട്ടിയൻ, ഗ്ലോബൽ പ്രൊജക്ട് ഹെഡ് ദീപക് ഡൊമിനിക് എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. സഹായം തേടാൻ മടിക്കുന്നവർക്ക് സുരക്ഷിതവും രഹസ്യവുമായ പിന്തുണ ഉറപ്പാക്കുകയാണ് ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.